ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബെത്ലഹേം ബൈറ്റ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും പഠിക്കാനുള്ള ഒരു ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചാണ്. അതാണ് സൈലോട്ടം. അപ്പം ഇന്ന് നമ്മൾ സൈലോട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സൈലോട്ടം എന്ന് പറയുമ്പം ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? എല്ലാവർക്കും അറിയാം, അത് ഒരു ടെറിഡോഫൈറ്റ് മെമ്പറാണ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ആൽഗയും ബ്രയോഫൈറ്റ്, അത് കഴിഞ്ഞാൽ വരുന്നൊരു മെമ്പറാണ് ടെറിഡോഫൈറ്റ്. നമുക്കറിയാം ആൽഗയും ബ്രയോഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. ബട്ട് ഈ ടെറിഡോഫൈറ്റ് മുതലാണ് നമുക്ക് ഒരു സ്പോറോഫിറ്റിക് പ്ലാന്റ് ബോഡി വരുന്നത്. അത് പോരാഞ്ഞിട്ടും ഇതിനാണ് ആദ്യമായി വാസ്കുലർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ആൽഗയ്ക്കും ബ്രയോഫൈറ്റിനൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സ്റ്റീലാർ അല്ലെങ്കിൽ വാസ്കുലർ സിസ്റ്റം അവർക്ക് ആബ്സെൻ്റ് ആണ്. ഒരു വാസ്കുലർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതും ടെറിഡോഫൈറ്റിൽ നിന്നാണ്. അപ്പം ആ ഒരു ടെറിഡോഫൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെമ്പറായ സൈലോട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇത് സെക്കൻഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ഉള്ള കുട്ടികൾക്കും ആവശ്യമുള്ള ഒരു ടോപ്പിക്ക് കൂടെയാണ് ഈ സൈലോട്ടം. അപ്പോൾ നമുക്ക് സൈലോട്ടത്തിലോട്ട് പോവാം. എന്താണ് സൈലോട്ടം എന്ന് പറയുന്നത്? ദ ക്ലാസ് ഇസ് സൈലോട്ടോപ്സിഡ, ഓർഡർ സൈലോട്ടേൽസ്, ഫാമിലി സൈലോട്ടേസി. ഇനി സൈലോട്ടം പറയുകയാണെങ്കിൽ ദിസ് സൈലോട്ടം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ഇൻ ദ വേൾഡ്. ആൻഡ് ഇതിൽ ഈ സൈലോട്ടം നൂഡം എന്ന് പറയുന്ന സ്പീഷീസ് ഇസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സൈലോട്ടം സ്പീഷീസാണ് സൈലോട്ടം നൂഡം. ആൻഡ് വേറൊരു സ്പീഷീസാണ് സൈലോട്ടം ഫ്ലാസിഡം. ഇതൊരു എപ്പിഫൈറ്റ്സ് ആണ്. എപ്പിഫൈറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ എപ്പി മീൻസ് എബവ്, ഫൈറ്റ്സ് മീൻസ് പ്ലാന്റ്സിന് മുകളിൽ ജീവിക്കുന്നവ. അപ്പം പ്ലാന്റിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരു സൈലോട്ടം സ്പീഷീസാണ് സൈലോട്ടം ഫ്ലാസിഡം. അപ്പോൾ ഈ രണ്ട് സ്പീഷീസുകളുടെ പേരൊന്ന് ഓർത്ത് വച്ചേക്കുക, സൈലോട്ടം നൂഡം ആൻഡ് സൈലോട്ടം ഫ്ലാസിഡം. ഇനി അടുത്തത് ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, ബ്രയോഫൈറ്റും ആൽഗയൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. അപ്പം ഒരു വെജിറ്റേറ്റീവ് ആൻഡ് മോർഫോളജിക്കൽ ഫീച്ചർ ഓഫ് സൈലോട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പോറോഫിറ്റിക് പ്ലാന്റ് ബോഡിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പം സൈലോട്ടത്തിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്. അപ്പം അതാണ് നമ്മൾ കൂടുതലായും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സൈലോട്ടം എടുക്കുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. അതിലാദ്യം വരുന്നത് റൈസോം, പിന്നെ ഏരിയൽ ബ്രാഞ്ച്, പിന്നെ ലീവ്സ്, പിന്നെ സ്പൊറാഞ്ചിയ. അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സൈലോട്ടത്തിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളിലൊന്നായ റൈസോം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈസോം എന്ന് പറയുന്നത് ഈ സൈലോട്ടത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് സ്റ്റെം ആണ്. ആൻഡ് ഇറ്റ് ഡെവലപ്പ് റൈസോയിഡ്സ്. ഈ റൈസോയിഡ്സുകൾ നമുക്കറിയാം, റൈസോയിഡ്സുകളാണ് എപ്പോഴും ചെടികൾക്കൊരു സപ്പോർട്ടും ആങ്കറേജും നൽകുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത അതാണ്. ആൻഡ് ഇവരുടെ റൈസോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദേ ഷോ മൈക്കോറൈസൽ അസോസിയേഷൻ. എന്താണ് മൈക്കോറൈസ? നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസ്. അപ്പോൾ ദേ ഷോ ആൻ അസോസിയേഷൻ വിത്ത് ഫംഗസ്. സോ ദേ ഷോ മൈക്കോറൈസൽ അസോസിയേഷൻ. അതാണ് ഈ റൈസോമിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സുകൾ. പിന്നെ അടുത്ത ഒരു പാർട്ടാണ് ഏരിയൽ ബ്രാഞ്ച്. ഏരിയൽ ബ്രാഞ്ച് അറൈസ് ചെയ്തിരിക്കുന്നത് റൈസോമിൽ നിന്നാണ്. ആൻഡ് ഇതിന് ഗ്രീൻ കളറായിരിക്കും. ഈ ഏരിയൽ ബ്രാഞ്ചിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറായിരിക്കും. ഗ്രീൻ കളർ ഉള്ളത് കൊണ്ട് തന്നെ ദേ ഷോ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ അവർക്ക് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നവയായിരിക്കും. പിന്നെ ഈ ഏരിയൽ ബ്രാഞ്ചിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അറൗണ്ട് 20 to 70 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഏരിയൽ ബ്രാഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. ദെൻ മൂന്നാമത്തെ പാർട്ടാണ് ലീവ്സ്. And its leaves consist of two types of leaves. There are sterile leaves and fertile leaves. ഇതിന് സ്റ്റെറൈൽ ലീവ്സ് എടുക്കുകയാണെങ്കിൽ ഈ ഷൂട്ടിൻ്റെ ആ ഏരിയൽ ബ്രാഞ്ചിൽ ത്രൂ ഔട്ട് നമുക്ക് ഈ സ്റ്റെറൈൽ ലീവ്സ് കാണാനായിട്ട് സാധിക്കും. വേറൊരു ലീവ്സാണ് ഫെർട്ടൈൽ ലീവ്സ്. ഈ ഫെർട്ടൈൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു ദ അപ്പർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ മുകൾ ഭാഗങ്ങളിലായിരിക്കും കൂടുതലും ഈ ഫെർട്ടൈൽ ലീവ്സ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഫെർട്ടൈൽ ലീവ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അപ്പർ പാർട്ടിൽ ദേ ബിയർ സ്പൊറാഞ്ചിയ ബിയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് നമ്മൾ ഫെർട്ടൈൽ ലീവ്സ് എന്ന് പറയുന്നത്. അപ്പം ദേ ഷോ 2 types of leaves, sterile leaves and fertile leaves. ഫെർട്ടൈൽ ലീവ്സ് എന്ത് ചെയ്യുന്നു? ദേ ബിയർ സ്പൊറാഞ്ചിയ.
ഇനി അടുത്ത് നമ്മുടെ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്പൊറാഞ്ചിയനെ കുറിച്ചാണ് പറയുന്നത്. മറ്റ് ടെറിഡോഫൈറ്റ്സുകളെ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സ്പൊറാഞ്ചിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദേ ആർ ബോൺ ഇൻ ട്രയാഡ്സ്. ഒരു ട്രയാഡ്സ് പോലെയാണ് ഇവർ കാണപ്പെടുന്നത്. ആൻഡ് ദേ ആർ ഫ്യൂസ്. അത് ഫ്യൂസ് ചെയ്താണ് ഈ ട്രയാഡ്സുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പൊറാഞ്ചിയത്തിനെ വിളിക്കുന്ന പേരാണ് സിനാഞ്ചിയം. അപ്പോൾ നമ്മളിന്ന് സൈലോട്ടത്തിൽ പറഞ്ഞത് ഈ സൈലോട്ടത്തിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പൊറോഫൈറ്റ് ആണ്. ആൻഡ് ദേ കൺസിസ്റ്റ് ഓഫ് എ റൈസോയിഡ് ആൻഡ് എൻ ഏരിയൽ ബ്രാഞ്ച് ആൻഡ് ഓൾസോ ലീവ്സ്. 2 types of leaves are there, sterile leaves and fertile leaves. Sterile leaves throughout the stem കാണപ്പെടുന്നുണ്ട്. And fertile leaves are restricted to the upper part of the plant. ഇനി എന്തുകൊണ്ട് they are known as fertile leaves എന്ന് പറഞ്ഞാൽ they bear a triad sporangia which is known as synangium. ഇത്രയുമാണ് സൈലോട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം സൈലോട്ടത്തിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ഈ സ്പൊറോഫിറ്റിക് പ്ലാന്റ് ബോഡീനെ കുറിച്ച് വേണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു.